എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +1 അലോട്ട്മെന്റ് 2025 +1ന്റെ ഏകജാലക പ്രവേശന സംവിധാനം വഴിയുള്ള അലോട്ട്മെന്റ് നടപടിക്രമങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ VHSCയുടെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അഡ്മിഷൻ ജൂലൈ 8 വൈകുന്നേരം 4 മണി വരെയാണ് അഡ്മിഷൻ നടക്കുക. ഡീറ്റെയിൽഡ് വിവരങ്ങൾ വായിക്കാം. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാൻ, അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +1 ഏകജാലക പ്രവേശന സംവിധാനം വഴിയുള്ള അലോട്ട്മെന്റ് നടപടിക്രമങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് +1ന്റെ VHSC അവരുടെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്തു. VHSC അവരുടെ എന്ത് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് VHSCAP.Kerala.go.in എന്ന വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ VHSCAP.Kerala.go.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് എന്ന ലിങ്ക് അവിടെ വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു. യു ഹാവിനോ അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുവാണെങ്കിൽ തൽക്കാലം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല. അലോട്ട്മെൻറ്റ് ലഭിച്ചവരെല്ലാം ജൂലൈ 8 വൈകുന്നേരം 4 മണിക്ക് മുമ്പായി പ്രവേശനം ലഭിച്ച സ്കൂളിൽ എത്തി ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. നിങ്ങൾക്കിവിടെ ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നല്ല. നിങ്ങൾക്ക് ലഭിച്ച സ്കൂൾ ഇഷ്ടമുള്ളതായാലും ശരി ഇഷ്ടമില്ലാത്തായാലും ശരി ഫീസ് അടച്ച് എന്ത് ചെയ്യണം, സ്ഥിരപ്രവേശനം നേടണമെന്നുള്ളത് ഓർത്തിരിക്കുക. സ്ഥിരപ്രവേശനമാണ്, താൽക്കാലിക പ്രവേശനമൊന്നും ഉണ്ടായിരിക്കുന്നില്ല. സ്ഥിരപ്രവേശനം നേടേണ്ടതുണ്ടെന്നുള്ളത് പ്രധാനമായും ശ്രദ്ധ പതിപ്പിക്കേണ്ട വിഷയത്തിലാണ്. നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷൻ ഇഷ്ടമുള്ളതായാലും ശരി ഇഷ്ടമില്ലാത്തായാലും ശരി നിങ്ങൾ ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണമെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ പുതിയ കാണുന്നതിന് ഫൗണ്ടേഴ്സ്